അപ്പോൾ 2026 LBS നടത്തുന്ന BCAയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലാസ്റ്റ് വീക്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പലരും രജിസ്റ്റർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്കിനി നമ്മുടെ 12-ാം തീയതി വരെ അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 12-ാം തീയതി വരെയാണ് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് BCAയുടെ നമ്മുടെ MCAയുടെ ഇത് ചെയ്ത സമയത്ത് BCAയുടെ കൂടി നമ്മുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പോൾ വോയിസിന് കുറച്ച് പ്രശ്നം ഉണ്ടാവും കേട്ടോ, നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. നമ്മുടെ LBSൻ്റെ പേജ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ LBS ജസ്റ്റ് അടിച്ചാൽ മതി, BCA എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. 4 ഇയർ കോഴ്സാണ്, ഹോണേഴ്സാണ് വരുന്നത്. 4 ഇയർ ആണ് വരുന്നത്. വിത്ത് നമുക്ക് എന്താ ചെയ്യണം, 3 ഇയറിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. BCA ഹോണേഴ്സിനാണ് വിത്ത് എക്സിറ്റ് ഓപ്ഷൻ ആഫ്റ്റർ 3 ഇയേഴ്സ് ഓഫ് ലീഡിങ് ടു അവാർഡ് ഓഫ് BCA ഡിഗ്രി. അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിത്ത് ഡിഗ്രി, BCA ഡിഗ്രീൻ്റെ ഇതും കിട്ടും, നമുക്ക് സർട്ടിഫിക്കറ്റും കിട്ടും. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് എന്താണ്, ഈ വരുന്ന 12-ാം തീയതിയാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, റെഡി. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കാം. അതിനുശേഷം നിങ്ങളെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മെയിൽ, പാസ്വേഡ്, ക്യാപ്ച വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. സൈഡിൽ നിങ്ങൾക്ക് പ്രോസ്പെക്റ്റിങ്സും കാര്യങ്ങളും കാണാൻ പറ്റും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ, ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വരാം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ MCAയുടെ കാര്യം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ MCAയുടെ കാര്യം നോക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് നമുക്ക് നടത്തുന്നത് ഈ ഒരു കാര്യം ഇതൊരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ അതിൻ്റേതായ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വരുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, തുറന്നുള്ള വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് രജിസ്ട്രേഷൻ പേജ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, റെഡി. അതിനുശേഷം വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇൻസ്ട്രക്ഷനിൽ വരുമ്പോൾ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹോണേഴ്സ്, അതായത് BCA ഹോണേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് സ്ട്രക്ചർഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എയിംഡ് ടു ഡെവലപ്പ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ. ഒക്കെ അതൊന്നും വേണ്ട. കാൻഡിഡേറ്റ് അപ്ലൈയിങ് ഫോർ അഡ്മിഷൻ BCA ഷുഡ് അപ്ലൈ ഓൺലൈൻ ബിഫോർ ദ ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 12-ാം തീയതിയാണ്. അതിനുശേഷം റീഡ് ദ പ്രോസ്പെക്ട് കെയർഫുള്ളി. അതുപോലെ തന്നെ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഈസ് പോസിബിൾ ഇൻ ഓൺലൈൻ മോഡ് ഓൺലി. ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. പേയ്മെൻറ്റും ഓൺലൈൻ വഴിയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഫിൽ ദ രജിസ്ട്രേഷൻ കെയർഫുള്ളി. ദേ കനോട്ട് ബി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. ലേറ്റർ നിങ്ങൾക്ക് അപ്ഡേഷനുള്ള ഓപ്ഷൻ, എഡിറ്റുള്ള ഓപ്ഷനൊക്കെ ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. മേ ബി അവർ ഒരു ടൈം തന്നാൽ, എഡിറ്റിംഗ് ഓപ്ഷൻ പിന്നെ ഒരു സമയം തന്നു, പക്ഷേ അതൊന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകരുത്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്ന അറിയുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുക, വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടുന്നില്ല. ഓക്കെ, ഡു നോട്ട് സെൻഡ് പ്രിൻ്റ് ഔട്ട് കാര്യങ്ങളൊന്നും തിരിച്ച് ഓഫീസിലേക്ക് അയക്കേണ്ടതുണ്ട്. ഇൻ കേസ് ഓഫ് എനി ഡിഫക്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഹോം പേജ് റിഫ്ലക്റ്റഡ് ദ സ്പെസിഫൈഡ് പീരീഡ്. ഓക്കെ, കാൻഡിഡേറ്റ് അഡ്വൈസ് ടു കീപ് റെഗുലർ വാച്ച് ഓൺ വെബ്സൈറ്റ്. അപ്പോൾ വെബ്സൈറ്റ് എപ്പോഴും എന്ത് ചെയ്യുക, ഇതാണ് നമ്മളെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു നമ്പർ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ ഒരു മെയിലും കൂടി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ കിട്ടും. അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ കോൺടാക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ വരുന്ന കുറച്ച് കാര്യം കൂടി നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിനുശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട സിലബസും കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം, ഏത് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഓരോ സബ്ജക്റ്റും അല്ലെങ്കിൽ ഓരോ വിഷയത്തിലും എത്ര ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഉണ്ടോ, മറ്റുള്ള അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കറക്റ്റായിട്ട് പറയാം. ഓക്കെ, ക്ലിയർ, റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്താ പറയുന്നത്, ഒരു 4 ഇയർ കോഴ്സാണ്. അത് ഇത് BBAയുടെയും കൂടി ഒന്നിച്ചാട്ടാണ് വരുന്നത്. രണ്ടും നോട്ടിഫിക്കേഷൻ ഒന്നിച്ചാണ് വന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്നത്. സെപ്പറേറ്റ് ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് പറയാം. ഓക്കെ, BCA എന്ന് പറയുന്നത് 4 ഇയർ ആണ് രണ്ട് കോഴ്സും വരുന്നത്. പ്രോഗ്രാം അക്കാദമിക് ഇയർ 26-27 ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ LBS അഫിലിയേറ്റഡ് ടു APJ അബ്ദുൽ കലാം ടെക്നോളജി യൂണിവേഴ്സിറ്റി ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് ദ അക്കാദമിക് ഇയർ 2026-27 എൻട്രൻസ് ബേസിലാണ് എക്സാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റിയും ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 ഇയർ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പിന്നീട് കിട്ടും. ഓക്കെ,
പിന്നെ നെയിം ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണം. അപ്പോൾ BBA നമുക്ക് വേണ്ടത് ഏതാണ്? BC ആണ്. എൻട്രൻസ് എക്സാമിനേഷൻ ഓഫ് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇനി ഇതിന് അണ്ടറിൽ വരുന്ന 2 പ്രോഗ്രാം ആയതുകൊണ്ട് കേട്ടോ അത്. ഇനി രണ്ടിൻ്റെയും എക്സാമിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എൻട്രൻസ് ടെസ്റ്റ് ആണ്. അത് ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആണ്. OMR ഷീറ്റ് ബേസ്ഡ് ആയിരിക്കും. നമ്മുടെ കഴിഞ്ഞ MCAയുടെ എൻട്രൻസ് എക്സാം എന്തായിരുന്നു? OMR ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ ഹയർ BCA കഴിഞ്ഞ് നിങ്ങൾക്ക് MCA ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ. അപ്പോൾ അതിൻ്റെ ക്ലാസ് നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ ക്വസ്റ്റനും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. 100 മാർക്കിന് എത്ര ഉണ്ട്? 100 മിനിറ്റ് ഉണ്ടോ? ഇല്ല, 90 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാം എഴുതണം. ദാറ്റ് ഈസ് 1.5 hour മാത്രമേ ഉള്ളൂ എക്സാം എഴുതുള്ളൂ. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ദാറ്റ്സ് എ ഗുഡ് തിങ് ടു യു. എന്താണ്, നിങ്ങൾക്ക് വേറെ കൂടുതലൊന്നും പഠിക്കേണ്ട. എല്ലാ എൻട്രൻസ് എക്സാം അധികം എന്താണ്? മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളൊരു സന്തോഷവും കാര്യം കൂടി നിങ്ങളെന്ത് മനസ്സിലാവും? നെഗറ്റീവില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റനും എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. നെഗറ്റീവ് മാർക്കിംഗ് എന്താണ്? ഇല്ല. ഓക്കെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? BCAയുടെ എന്ന് പറയുന്നത് ഇക്വാലൻറ്റ് ഡിഗ്രി എന്താണ് ഡിഗ്രി അല്ല, ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് എത്ര വേണം? എക്സാമിനേഷന് 45%. BCA എന്ന് പറഞ്ഞ കോഴ്സ് അധികം എല്ലാവർക്കും എടുക്കാം, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ വന്നവർക്കും എടുക്കാൻ പറ്റുന്നതാണ്. MCAയുടെ കേസിലും എന്താണ് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. BCA കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമല്ല, ഏതാണ് MSc കഴിഞ്ഞ മാത്സ് കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള MSc കഴിഞ്ഞ MSc അല്ല BSc കഴിഞ്ഞ ആൾക്കാർക്കും എന്ത് ചെയ്യാം? BCA എടുക്കാം. അതുപോലെ തന്നെ BBA MBA ഈ DBA ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ MCA കോഴ്സുകൾ എടുക്കാൻ പറ്റും കേട്ടോ നിലവിൽ. അപ്പോൾ ആ ഒരു കാര്യം ആലോചിക്കുക. BCA നിങ്ങൾ ഇവിടെ എത്രയാണ് വേണ്ടത്? 45%. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നോർമലി എല്ലാവർക്കും ഉള്ളൊരു മാർക്കാണ്. ഓക്കെ, സ്റ്റാൻഡേർഡാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിലബസ് എന്ന് പറയുന്നത് ഇതാണ്. സിലബസിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് തരുന്നത്. ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം അടുത്ത പാർട്ടിൽ. ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ് എന്താണ്, അതുപോലെ തന്നെ ജനറൽ നോളേജ്, കറണ്ട് അഫയേഴ്സ്, കമ്പ്യൂട്ടർ അവയർനെസ്, ടോട്ടൽ 100 ആണ് 90 മിനിറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, റെഡി. ഇത് നോക്കണ്ട കേട്ടോ, ഇത് BBA ആണ്. മോഡ് ഓഫ് എക്സാമിനേഷൻ പറഞ്ഞു എന്താണ്? മോഡ് ഓഫ് അപ്ലിക്കേഷൻ ആട്ടോ. എക്സാമിനേഷൻ ഓഫ്ലൈനാണ്, അപ്ലിക്കേഷൻ ഓൺലൈനാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പേയ്മെൻറ്റും കാര്യങ്ങൾ അപ്ലിക്കേഷൻ പ്രോസസ്സിൽ എന്ത് ചെയ്യുക? ഓൺലൈൻ രജിസ്ട്രേഷൻ, ഫിൽ അപ്ലിക്കേഷൻ, പേയ്മെൻറ്റ് അടക്കി, അതുപോലെ തന്നെ അപ്ലോഡ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്, ഫൈനൽ സബ്മിഷൻ ആൻഡ് ഡൗൺലോഡ്. നിങ്ങൾ ഫൈനൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സെപ്റ്റഡ് ബൈ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജ് വരും, അല്ലെങ്കിൽ ഇത് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അതായത് പലരും ഇപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ സാധനം ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടെല്ലാം ഉണ്ടാവും. പക്ഷേ എന്ത് ചെയ്യും? എക്സാമിൻ്റെ തലേ ദിവസം പിന്നെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നേരത്താവും നിങ്ങൾ പോയി നോക്കുക. ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യം റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വരരുത്. അങ്ങനെ ഒരു റിജക്ഷൻ വരരുത്. അതിന് മുന്നേ തന്നെ എപ്പോഴും എന്ത് ചെയ്യുക? ഫ്രീക്വൻ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക? സൈറ്റ് എന്ത് ചെയ്യുക? വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ എക്സാം ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു കാര്യം സക്സസ്ഫുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്? അപ്രൂവ് ചെയ്തിട്ടുണ്ട് കാണാം. ഇനി അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 1300 ആണ് ജനറൽ കാൻഡിഡേറ്റിന്. ബാക്കിയുള്ള ഇതിന് എന്തുണ്ട്? ഇളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൺലൈനാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളാണ്. ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിക്കുന്നില്ല, കൃത്യമായിട്ട് നോക്കുക. ഇത്രയും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് എന്ത് ചെയ്യുക? എടുത്ത് റെഡിയാക്കി വയ്ക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും, വരുന്ന ദിവസങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഓൺലൈൻ രജിസ്ട്രേഷൻ 3-ാം തീയതി തുടങ്ങി 12-ാം തീയതി വരെയാണ്. 3-ാം തീയതി തുടങ്ങി 12-ാം തീയതി വരെയാണ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ 11-ാം തീയതി രാത്രി ഒന്നും പോയി ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ 12-ാം തീയതി ഒന്നും പോയി ചെയ്യാണ്ടിരിക്കുക. എന്ത് ചെയ്യുക? ഓക്കെ, അതിനുശേഷം റിസൾട്ട് എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വിത്തിൻ ഫ്യൂ ഡേയ്സ് ഓഫ് എക്സാമിനേഷൻ. എക്സാം കഴിഞ്ഞ് വിത്തിൻ 1 വീക്ക്, ആഫ്റ്റർ 1 വീക്ക് എന്ത് വരും? ഇത് വരും. സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്. അതിന് ശേഷമാണ് അതിന് മറ്റു കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ കൗൺസിലിംഗ് ആൻഡ് അതർ അഡ്മിഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഒന്നും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളൂ. പിന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു, മെയിലും അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്ട്രാ നിങ്ങൾ എന്തെങ്കിലും, അതായത് ഇത് ഉണ്ടല്ലോ നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ കറക്റ്റാക്കിയിട്ട് എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാം നമുക്ക് BCAയുടെ എക്സാം നമുക്ക് എന്ത് ചെയ്യാം? എൻട്രൻസ് എക്സാം അടിപൊളിയായിട്ട് എഴുതാം. അടിപൊളിയായിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, വരും ദിവസങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ എന്താണ്? താങ്ക് യു. ശരി.